കോട്ടയം തിരുവഞ്ചൂരിലെ ആഭിചാര കേസിൽ പ്രതി ശിവദാസുമായി തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. അതിലേക്ക് തെളിവെടുപ്പ് നടക്കുന്ന അവിടെ നിന്ന് ബിനിലീല സാബു ചേരുകയാണ്. ബിനിൽ, ഏത് രീതിയിലാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്? സംഗീത, ഇപ്പോൾ ഇവിടെ ആഭിചാരക്രിയ നടത്തിയ ശിവദാസിനെയാണ് ഈ ക്രിയ നടന്ന വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ വീടിന്റെ ഈ ഹാളിലും അതോടൊപ്പം തന്നെ ഇതിനപ്പുറത്തുള്ള മുറിയിലും വെച്ചാണ് ഈ ആഭിചാരക്രിയ നടത്തിയതെന്ന് ഈ പ്രതി നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. ഇതിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് 3 പേരാണ്, 3 പ്രതികളാണ്. ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്നത് ഈ ആഭിചാരക്രിയയ്ക്ക് നേതൃത്വം നൽകിയ തിരുവല്ല സ്വദേശിയായ ശിവദാസിനെയാണ്. ഇതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായ 24-കാരിയുടെ ഭർത്താവ് അഖിൽദാസ്, അയാളുടെ പിതാവ് ദാസ് എന്നിങ്ങനെ ഈ 3 പേരാണ് അറസ്റ്റിൽ ആയിരുന്നത്. ഇതിൽ ഈ യുവതിയുടെ പരാതി പ്രകാരം കഴിഞ്ഞ ഈ മാസം 2-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി വരെ ഈ ആഭിചാരക്രിയ നീണ്ടുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യുവതി ഈ യുവാവുമായി പ്രണയത്തിലായി വീട്ടിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഇതിനുശേഷം ഈ യുവാവും ഈ യുവതിയും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ, അതായത് ഈ അഖിൽദാസിന്റെ മാതാവ് സൗമിനി പറഞ്ഞിരുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിൽ ബാധയുണ്ട്, അത് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ മരിച്ചിട്ട് അധികമായിട്ടില്ല, അവരുടെ ബാധയാണ് ശരീരത്തിലുള്ളത്, അത് ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പൂജാരിയെ ഈ ആഭിചാരക്രിയ നടത്താൻ ഇയാളെ തിരുവല്ല സ്വദേശിയ ശിവദാസിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 2-ാം തീയതി രാവിലെ മുതൽ രാത്രി വരെ ഈ ആഭിചാരക്രിയ നടത്തി. അതിന്റെ ഭാഗമായി മദ്യം കഴിപ്പിച്ചു, നെറ്റിയിൽ ബീഡി ഉപയോഗിച്ച് പൊള്ളിച്ചു, മാത്രമല്ല ഈ തലമുടിയിൽ ആണി ചുറ്റി അതൊരു വിറകുള്ളിയിൽ തറച്ചു. അത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാണ് യുവതി പറയുന്നത്. ഇത് പറയുന്നത് മാത്രമല്ല, ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. ഈ അഖിൽദാസിന്റെ, അതായത് പരാതിക്കാരെ യുവതിയുടെ ഭർത്താവിന്റെ അറസ്റ്റിലെ അഖിൽദാസിന്റെ സഹോദരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ സഹിതമാണ് മണ്ണർക്കാട് പോലീസിൽ പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഈ 3 പേരെ തന്നെ പിടികൂടിയിരുന്നു. ഇപ്പോൾ ഈ പ്രതി ശിവദാസ്, മന്ത്രവാദിയായ ശിവദാസിനെ ഇവിടേക്ക് എത്തിച്ച് ആ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രധാനമായും എങ്ങനെയാണ് ഈ ആഭിചാരക്രിയ നടത്തിയത്, മാത്രമല്ല അതിന് ആരാണ് വിളിച്ചിട്ട് നടക്കമുള്ള കാര്യം, അതെങ്ങനെയാണ് ചെയ്ത് നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് ഇയാൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസിനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. എന്തായാലും അന്വേഷണം ഊർജിതമായി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംഗീത. ശരി, ബിനിലീല സാബു കോട്ടയത്ത്.